Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 6th സെമസ്റ്റർ എക്സാംസ് ഏപ്രിൽ 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ഓൾറെഡി ഒരു മെജോറിറ്റി സബ്ജക്ട്സിന്റെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇൻകം ടാക്സ് ആൻഡ് GST, ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്, ദെൻ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്, എല്ലാ സബ്ജക്ട്സിന്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആദ്യത്തെ പേപ്പർ ആയിട്ടുള്ള ഇൻകം ടാക്സ് ആൻഡ് GST ഈ ഒരു സബ്ജക്റ്റില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു വീഡിയോയില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. എന്നാ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ചാപ്റ്റർ നമ്പർ 1 ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്ലബിംഗ് ഓഫ് ഇൻകം ഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ്. ക്ലബിംഗ് ഓഫ് ഇൻകം നിർബന്ധമായും അത് പഠിച്ചിരിക്കണം. അതിന്റെ കൺസെപ്റ്റ് തിയറിക്ക് മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെയുള്ളതാണ് ഡീംഡ് ഇൻകം, അതല്ലെങ്കിൽ നമുക്ക് പറയാം അഗ്രഗേഷൻ ഓഫ് ഇൻകം. അഗ്രഗേഷൻ ഓഫ് ഇൻകം നിർബന്ധമായും നോക്കിയിരിക്കണം. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്ലബിംഗ് നോക്കിയിരിക്കണം, അതുപോലെ തന്നെ അഗ്രഗേഷൻ ഓഫ് ഇൻകം മാറി മാറി വരുന്നതാണ്. ദെൻ രണ്ടാമതായിട്ട് പറയാനുള്ള ചോദ്യം സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ തിയറി പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളതാണ്. സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്താണ് എന്നുള്ളത് നമുക്ക് എടുത്ത് ചോദിക്കാം. അത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പ്രൊവിഷൻസ് റിഗാർഡിംഗ് set of capital losses. അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്യാപിറ്റൽ ലോസസ്. ഓക്കെ, സോ ക്ലബിങ്, അഗ്രഗേഷൻ ഓഫ് ഇൻകം, ദെൻ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. അതിലെ ക്യാപിറ്റൽ ലോസ് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാം, അതിന്റെ പ്രൊവിഷൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതാണ് മറ്റൊരു ചോദ്യം. ദെൻ പിന്നെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കറിയാം ക്ലബിങ്ങില് സ്പൗസിന്റെ അതുപോലെ തന്നെ മൈനർ ചൈൽഡിന്റെ ഇൻകം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക. അപ്പൊ അതിൽ മൈനർ ചൈൽഡിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട് 2 മാർക്കിന്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം അതാണ്. ഹൗ വിൽ യു കൺസിഡർ ടാക്സബിൾ ഇൻകം റിസീവ്ഡ് by a minor child. സോ ഞാൻ പറഞ്ഞു, സ്പൗസിൻ്റെയും നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മൈനർ ചൈൽഡിൻ്റെ ആണ്. അപ്പോൾ അത് നോക്കി വെക്കുക. ക്ലബിങ്ങിലുള്ള ടോപ്പിക്കിൽ വരുന്നൊരു സബ്പാർട്ടാണ് അത് കേട്ടോ. ഇനി നാലാമത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്, പല പേപ്പറുകളിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളതാണ് റിലീഫ് ഓഫ് ടാക്സ് എന്താന്നുള്ളത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. റിലീഫ് ഓഫ് ടാക്സ് അണ്ടർ സെക്ഷൻ 89 ആണ്. അതും നോക്കിയിരിക്കണം. അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളതാണ് റിബേറ്റ് എന്താണ്, റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A നിർബന്ധമായും നോക്കിയിരിക്കണം. റിപ്പീറ്റ് ആണ് കേട്ടോ. റിലീഫും റിബേറ്റും ഒക്കെ മാറി മാറി കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U. ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അതിന്റെ കൺസെപ്റ്റ് ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ 80Dയോ 80Cയോ അങ്ങനത്തെയൊക്കെയാണ്. ചില സമയത്ത് GG. അപ്പോൾ അത് ഏതായിരിക്കും വരാന്നുള്ളത് നമുക്ക്
പറയാൻ സാധിക്കില്ല. ഇതിനേക്കാൾ മുമ്പ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ 1-2 സജഷൻസ് നമുക്ക് പറയാം എന്ന് മാത്രം. എന്തായാലും ഒരെണ്ണം നിർബന്ധമായും പ്രതീക്ഷിക്കാം. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80D അതല്ലെങ്കിൽ 80G 80GG ഇതൊക്കെ QQB RRB റിപ്പീറ്റ് ആയിട്ട് വരുന്ന കുറച്ച് എന്താണ് ഡിഡക്ഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ നിർബന്ധമായി നോക്കി വയ്ക്കുക. 80U ആവാം. ഓക്കെ, അപ്പോൾ ഡിഡക്ഷനിൽ ഏതാണ് വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം ഡിഡക്ഷൻസ് ഉണ്ട്. സോ പേഴ്സണൽ ഇൻഡിവിജ്വൽസിന്റെ ഡിഡക്ഷൻ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് മിക്ക പേപ്പറിലും കണ്ടുവരാറ് കേട്ടോ. സോ ഇതാണ് മറ്റൊരു സജഷൻ തരാനുള്ളത്. മൂവിങ് ടു നെക്സ്റ്റ് വൺ, CBDT അതോറിറ്റി, എപ്പെക്സ് അതോറിറ്റി ആണ് മിക്ക പേപ്പറിലും ചോദിക്കാറുണ്ട്. CBDT ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അസസിങ് ഓഫീസർ ആരാണ്, 2 മാർക്സിന്റെ ചോദിക്കാറുള്ളതാണ്, നോക്കിയിരിക്കണം. ഇനി ന്യൂ ടാക്സ് റെജീം, അതിന്റെ റേറ്റ്സ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. ന്യൂ ടാക്സ് റെജീം tax rates under section 115 BAC of Income Tax Act ഒരു പ്രാവശ്യം ചോദിച്ചാണ് പുതിയ ടാക്സ് റെജീം. ദെൻ പെർമനന്റ് അക്കൗണ്ട് നമ്പർ എപ്പോഴും ചോദിക്കാറുള്ളതാണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. പാൻ എന്താണ് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് പാനിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം 5 മാർക്കിൻ്റെയിലും വരാറുണ്ട് കേട്ടോ. ഓക്കെ, അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിട്ടേൺ ഓഫ് ഇൻകം 2 മാർക്സിൻ്റെ പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളതാണ്. റിട്ടേൺ ഓഫ് ഇൻകം. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ നോക്കുക. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട്. അതിലിപ്പോൾ ബിലേറ്റഡ് റിട്ടേൺ, അതുപോലെ തന്നെ ആനുവൽ റിട്ടേൺ, ഫൈനൽ റിട്ടേൺ, ഒരുപാടുണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ഒരു റിട്ടേൺ കൺസെപ്റ്റ് എടുത്ത് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അത് നിർബന്ധമായി നോക്കിയിരിക്കണം, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. റിട്ടേണിനെ പറ്റിയിട്ടുള്ളത് റിപ്പീറ്റ് ചോദ്യമാണ്. അതുപോലെ തന്നെ ഫൈലിംഗ് ഓഫ് റിട്ടേൺ ഇതൊക്കെ റിപ്പീറ്റ് ചോദ്യത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ റിട്ടേൺ ഓഫ് ഇൻകം, അതിൽ റിട്ടേൺ ഓഫ് ലോസ് ഉണ്ട്, റിട്ടേൺ ഓഫ് ഇൻകം ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ നോക്കാം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. ബിലേറ്റഡ് റിട്ടേൺ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ ഫൈലിംഗ് ഓഫ് റിട്ടേണും നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഇതുപോലെ തന്നെയുള്ളതാണ് അസസ്മെന്റ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കി വയ്ക്കുക. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ള പേപ്പറുകളിൽ കണ്ടുവന്നിട്ടുള്ള 1-2 ടൈപ്പ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തു പോവാണ്. ഇപ്പോൾ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്താണ്, അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരെണ്ണം പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ അസസ്മെന്റ് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ വരുന്ന ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്സിൻ്റെ പ്രതീക്ഷിക്കാം. അപ്പോൾ റിട്ടേൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം. അസസ്മെന്റ് ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് TDS എന്താണ്, അതുപോലെ തന്നെ TCS എന്താണ്. ദെൻ TDS സർട്ടിഫിക്കറ്റ് ഒരു പ്രാവശ്യം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്, ഇതിൽ കൂടുതൽ പറയാനുള്ളത് തന്നെയാണ്. അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് GST റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം, അതിലേതെങ്കിലും ബേസിക് ചോദ്യങ്ങളാണ് GST റിലേറ്റ് ചെയ്തിട്ടുള്ളത് മിക്ക പേപ്പറുകളും കണ്ടുവരാറ്. അപ്പോൾ GST എന്താണെന്ന് ചോദിക്കാം. CGST, SGST, ഇൻ്റഗ്രേറ്റഡ് GST, IGST, ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് 2 മാർക്സിന് ചോദിക്കാറുണ്ട്. പിന്നെ GST കൗൺസിൽ ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം GSTIN റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളതാണ്.
പിന്നെ ഇതിന്റെ ബേസിക് കൺസെപ്റ്റിലോട്ട് പോണ സമയത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇൻപുട്ട്. ബേസിക്സ് ആണത്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ കാസ്കാഡിംഗ് ഇഫക്റ്റ്, ടാക്സ് ഓഫ് ടാക്സ്, ഇതൊക്കെ GSTയുടെ ബേസിക്സ് ആണ്. ടാക്സ് ഓഫ് കാസ്കാഡിംഗ് ഇഫക്റ്റ് ഇതൊക്കെ റിപ്പീറ്റ് ആണ്, നിർബന്ധമായും നോക്കി വയ്ക്കണം. അതുപോലെ തന്നെ മറ്റൊരു കൺസെപ്റ്റ് ആണ് എഗ്രിഗേറ്റ് ടേൺ ഓവർ നോക്കി വയ്ക്കണം. ദെൻ നെക്സ്റ്റ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആരാണ്? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആരാണ്? ടാക്സബിൾ പേഴ്സൺ, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ നോക്കി വയ്ക്കണം. ദെൻ നെക്സ്റ്റ് സീറോ റേറ്റഡ് സപ്ലൈ എന്താണ്? മിക്സഡ് സപ്ലൈ എന്താണ്? ഇതൊക്കെ മാറി മാറി വരുന്നതാണ്, നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം, സ്കിപ്പ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ് HSN കോഡ് എന്താണ് ചോദിച്ചിട്ടുള്ളതാണ്, നോക്കി വയ്ക്കേണ്ട മറ്റൊരു ചോദ്യം. ദെൻ GSTR ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നുണ്ട്. GSTR കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പറിൽ, കഴിഞ്ഞ 9 പ്രാവശ്യം ചോദിച്ചത് GSTR 1 ആണ്. അതുപോലെ തന്നെ GSTR 9 ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. GSTR 9B ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ക്രെഡിറ്റ് നോട്ട് എന്താണ്? മറ്റൊരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഡെബിറ്റ് നോട്ട് എന്താണ്? ഇതൊക്കെ മാറി മാറി വരാറുള്ള ചോദ്യങ്ങളാണ്, എന്തായാലും നോക്കണം. 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ സ്പെഷ്യൽ ഓഡിറ്റ്, ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സെയിം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഓഡിറ്റ് എന്താന്നുള്ളത് നിർബന്ധമായി നോക്കിയിരിക്കണം. അതുപോലെ തന്നെ ഇ-വേ ബിൽ എന്താണ് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇ-വേ ബിൽ. ഓക്കെ. ദെൻ 3 സപ്ലൈ നമുക്ക് പറയാൻ സാധിക്കും. ടൈം ഓഫ് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ. അതിൽ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ടൈം ഓഫ് സപ്ലൈ റിപ്പീറ്റ് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, എന്നാലും നിങ്ങൾ നോക്കി വെക്കുക. ടൈം ഓഫ് സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ, ദെൻ വാല്യൂ ഓഫ് സപ്ലൈ. ഓക്കെ, നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഇൻസ്പെക്ഷൻ എന്താണ് അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഇലക്ട്രോണിക് ലെഡ്ജർ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇ-വേ ബില്ലിൻ്റെ കൂടെ തന്നെ ഇലക്ട്രോണിക് ലെഡ്ജർ എന്താണ്? ലെഡ്ജർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റിപ്പീറ്റായിട്ട് 2 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ നിന്നൊരു നമ്മളൊരു 25 ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു 15 ചോദ്യങ്ങൾ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. സോ ഇതിൽ ആദ്യം പറഞ്ഞത് ക്ലബിംഗ് ഡയറക്ട് ടാക്സിൽ നിന്ന് ഒരു 8 ചോദ്യങ്ങൾ, ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് ഒരു 7, അങ്ങനെ രണ്ടും കൂടിയിട്ട് ഒരു 8, 15 ചോദ്യങ്ങൾ ആ രീതിയിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, GST 7 എണ്ണം, ഡയറക്ട് ടാക്സ് 8 എണ്ണം. സോ ക്ലബിംഗ് ഓഫ് ഇൻകം, അതുപോലെ തന്നെ അഗ്രിഗേഷൻ ഓഫ് ഇൻകം ആദ്യത്തെ ചോദ്യം. സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസിന്റെ കൺസെപ്റ്റ്, അതിലെ ക്യാപിറ്റൽ ലോസ് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യും, അതിന്റെ പ്രൊവിഷൻസ്. ദെൻ അഗ്രിഗേഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ ഡീംഡ് ഇൻകം, അതില് ക്ലബിങ്ങിൽ മൈനർ ചൈൽഡിന്റെയും സ്പൗസിന്റെയും ട്രീറ്റ്മെന്റ് നോക്കി വെക്കുക. ദെൻ റിലീഫ് ഓഫ് ടാക്സ് അണ്ടർ സെക്ഷൻ 89, റിബേറ്റ് 87A, പിന്നെ ഡിഡക്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം. ദെൻ CBDT അസസിംഗ് ഓഫീസർ ആരാണ്? എപെക്സ് അതോറിറ്റിയാണ് CBDT. പിന്നെ ടാക്സ് റെജീം നോക്കി വയ്ക്കുക. പാൻ എന്താണ്? റിട്ടേൺ ഓഫ് ഇൻകം, ദെൻ റിട്ടേൺ ഓഫ് ലോസ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്സിൻ്റെ എക്സ്പെക്ട് ചെയ്യാം. ബിലേറ്റഡ് റിട്ടേൺ, ഫയലിംഗ് ഓഫ് റിട്ടേൺ നമുക്ക് നോക്കാം. അസസ്മെന്റ് എന്താണ്? ഡിഫറെന്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ള 2 എണ്ണം ബെസ്റ്റ് ജഡ്ജ്മെന്റും പ്രൊട്ടക്റ്റീവും ആണ്, അത് നോക്കി വെക്കുക. TDS എന്താണ്? TCS എന്താണ്? TDS സർട്ടിഫിക്കറ്റ് എന്താണ്? അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്, ഇതൊക്കെ മാറി മാറി വരുന്നതാണ്. GST, അതിൽ CGST, SGST, IGST, GST കൗൺസിൽ, GSTIN, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, കാസ്കാഡിംഗ് ഇഫക്റ്റ് എന്താണ്? അഗ്രിഗേറ്റ് ടേൺ ഓവർ. പിന്നെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആരാണ്? സീറോ റേറ്റഡ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, HSN കോഡ്. GSTR ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം.
ഇതിനായിട്ട് മുമ്പ് കണ്ടുവന്നുള്ളത് GSTR 1, 9, 9B ഒക്കെ കണ്ടുവന്നുള്ളതാണ്. ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, സ്പെഷ്യൽ ഓഡിറ്റ്, ഇ-വേ ബിൽ, ഇലക്ട്രോണിക് ലെഡ്ജർ, 3 സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ, പ്ലേസ്, വാല്യൂ, അതിലേതെങ്കിലും ഒരെണ്ണം, ദെൻ ഇൻസ്പെക്ഷൻ. ഇതൊക്കെയാണ് നമ്മൾ 2 മാർക്സിൻ്റെ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ. സോ ആദ്യത്തെ ഒരു 7 ചോദ്യം ഇതാണ്. സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുത്തോളൂ. ദെൻ നെക്സ്റ്റ് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ഓക്കെ, ആൻഡ് മൂവിങ് ടു ദി ലാസ്റ്റ് ഏരിയ ഇതാണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് 2 മാർക്സിൻ്റെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. സോ ഇനി നമുക്ക് ഇൻകം ടാക്സ് ആൻഡ് GST ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിൽ വരുന്ന 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ 1-ാം തീയതിയാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. അപ്പോൾ 2 ദിവസം മുമ്പ് തന്നെ, തലേദിവസത്തേക്ക് വെക്കുന്നില്ല, മോർണിംഗ് എക്സാം ആയതുകൊണ്ട് തന്നെ ക്വിക്ക് റിവിഷൻ ഇൻകം ടാക്സ് ആൻഡ് GST ലൈവ് സെഷൻ നമ്മൾ വെക്കുന്നുണ്ട്. അത് മോസ്റ്റ്ലി 30-ാം തീയതിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുണ്ടായിരിക്കും. പിന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ദെൻ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്രാഷ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ക്ലാസ്സസ് ആക്സസ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.